ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ബൺ പൊറോട്ടയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ് കേട്ടോ. മധുരൈ സ്പെഷ്യൽ ആയിട്ടുള്ള ബൺ പൊറോട്ടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി ബണ്ണ് പോലെ ഇരിക്കുന്ന പൊറോട്ടയ്ക്കാണ് ഈ ബൺ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ബൗളിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് 2 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുക്കുകയാണ്. നോർമലി ഞാൻ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലുപ്പമുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ അതിന് ഒന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഏത് പൊടി എടുക്കുകയാണെങ്കിലും ഒന്ന് അരിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് മൈദ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, മുട്ട കഴിക്കാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അതിന് പകരം 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. കുഴയ്ക്കുന്ന സമയത്ത് ഓയിൽ ചേർക്കുക. എന്തായാലും നമ്മളിതിൽ ഓയിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാല് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പാൽ എന്തായാലും ചേർക്കണേ, നന്നായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മാവ് റെഡിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നല്ലോണം കട്ടിയായിട്ടുള്ള മാവല്ല നമുക്ക് ആവശ്യം. നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. കൈ ഇങ്ങനെ ഉള്ളിലോട്ട് വെക്കുമ്പോൾ താണു പോകുന്ന രീതിയിൽ അത്രയും സോഫ്റ്റ് ആയിരിക്കണം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട ഒരവസ്ഥ വരരുത്. നല്ല സോഫ്റ്റായിട്ട് അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കാൻ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കുന്ന ഇതുപോലത്തെ കമ്പിയോ അല്ലെങ്കിൽ കല്ലോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് മുമ്പേ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലിൽ പൊതിഞ്ഞിട്ട് നമുക്കൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വെക്കാം കേട്ടോ. മിനിമം 1 മണിക്കൂറെങ്കിലും വേണം എന്ന് വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു നനഞ്ഞ തുണി മുകളിലൂടെ ഇടാൻ മറക്കരുത്. കാരണം നമ്മുടെ മാവ് ഡ്രൈ ആയിട്ട് പോവും. അതിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 1 മണിക്കൂറിന് ശേഷം ഈ മാവ് എടുത്തിട്ട് ഇത് നമുക്ക് ബോൾസുകളാക്കി മാറ്റണം. അപ്പോൾ ഒരുപാട് അങ്ങ് വലിയ ബണ്ണാക്കിയിട്ടല്ല എടുക്കുന്നത്. ഒരു നോർമലി വലുപ്പമുള്ള കുഞ്ഞു കുഞ്ഞു ബണ്ണുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാവ് കൊണ്ട് ഒരു 6 എണ്ണം വരെ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 ബോൾസ് ഉണ്ടാക്കണം. അപ്പോൾ എപ്പോഴും നമ്മൾ മൈദയ്ക്ക് പൊറോട്ട ഉണ്ടാക്കുകയാണെങ്കിലും എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ കൈയിൻ്റെ 2 വിരലിനിടയിലും വെച്ചിട്ട് ഉള്ളിലോട്ട് തള്ളി കൊടുന്നിട്ട് നമ്മൾ ബോൾസ് മുറിച്ചെടുക്കണം. ഇല്ലാതെ നമ്മൾ സാധാ പോലെ കയ്യിലിട്ട് ഉരുട്ടിയാൽ അതിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ 6 ബോൾസ് റെഡിയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു 2 മണിക്കൂർ വരെ, ആദ്യം 1 മണിക്കൂർ പിന്നെ ഒരു 2 മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്യാം. അതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തുടച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ബൺ പൊറോട്ട റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്, പരത്തുന്നതൊക്കെ. അപ്പോൾ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 മണിക്കൂർ ആയപ്പോഴത്തേനും മാവ് നല്ല പക്കായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുകളിലിട്ട് കുറച്ച് ഓയിൽ, അതായത് നിങ്ങൾ പരത്തുന്ന സ്ഥലത്ത് നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് മാവ് ഇട്ടിട്ട് അതിന് ശേഷം മാവിന് മുകളിലും ഇതുപോലെ എണ്ണ തൂവിയതിന് ശേഷം മാത്രം പരത്തുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മാക്സിമം തിന്നായിട്ട് വരും. ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. എങ്കിലേ നല്ല അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നല്ല തിന്നായിട്ട്, മാക്സിമം നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുക. അതിന് ശേഷം
രണ്ട് സൈഡിലായിട്ട് ഓരോ വിരലുകൾ വെച്ചിട്ട് ആ ഓരോ വിരലുകളുടെ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലായിട്ടും രണ്ട് വിരലുകൾ വെച്ചിട്ട് ഇതിങ്ങനെ ആ ഒരു വിരലിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ ഓരോ റോളിലും വരണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ ലെയർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് ഒട്ടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. രണ്ട് വിരൽ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെയും പറയുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു തവണ കൂടി ഇതുപോലെ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ആക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഉള്ളിലൂടെ ഒരു വിരൽ കൊണ്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുത്താൽ മതി. ജസ്റ്റ് ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഒന്ന് പരത്തുകയും കൂടെ വേണം. ഇപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചുടണ നേരത്ത് പരത്തിയെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരത്തിയാൽ തന്നെ അത് ചെറുതായിട്ട് പോവും. ഇതുപോലെ രണ്ട് വിരൽ വെച്ചിട്ട് പതുക്കെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. ഓരോ റോളിലും വിരലുകൾ വെച്ച് കൊടുക്കാൻ മറക്കരുത്. നമ്മൾ അടുപ്പിച്ചിട്ട് സാധാ പോലെ അങ്ങ് ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ലെയർ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. ഇതുപോലെ എന്നിട്ട് ഉള്ളിലൂടെ വിരൽ വെച്ചിട്ട് അങ്ങ് ഉള്ളിലോട്ട് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ താഴത്തോട്ട് പ്രസ് ചെയ്തിട്ട് അങ്ങ് റെഡിയാക്കി എടുത്താൽ മതിയാവും. കണ്ടോ, വളരെ സിമ്പിളാണ് കേട്ടോ. ഒരുപാട് പണിയൊന്നുമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ എളുപ്പം. ഇനി തീരെ അറിയാത്തവർക്കുള്ളൊരു മെത്തേഡാണ് കൈയിൻ്റെ വിരലിൻ്റെ തുടക്കത്തിൽ ഒരു സൈഡ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് വിരലിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമില്ല കേട്ടോ. മറ്റേതാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. വിരലിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചുരുട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങ് മുകളിലോട്ട് അങ്ങ് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഗുണ്ടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ചുട്ടെടുക്കാൻ തുടങ്ങാം. നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചൂടായിട്ട് നന്നായിട്ട് ഓയിൽ പുരട്ടിയിട്ട് വേണം ചുടാൻ. നല്ലപോലെ ചട്ടിയിൽ എണ്ണ പുരട്ടണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. കൈ കൊണ്ട് വെറുതെ നല്ലോണം അമർത്തി കൊടുത്തിട്ട് നമ്മുടെ ചൂടായ കല്ലിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഓയിൽ തടവി കൊടുക്കുക. നമ്മൾ ബോൾസാക്കി എടുത്ത ഉടനെ അതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തിയ ശേഷം അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചുടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടായ ചട്ടിയിലോട്ട് അങ്ങ് ഇട്ടിട്ട് രണ്ട് സൈഡിലും എണ്ണ ഇതുപോലെ തടവി കൊടുത്തിട്ട് വേണം ചുട്ടെടുക്കാൻ. പിന്നെ ചുടുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലോണം ചട്ടി ചൂടായിട്ട് മാത്രം ഇടുക. എന്നിട്ട് പിന്നെ നിങ്ങൾ രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് പതുക്കെ കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ എങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. ബണ്ണിൻ്റെ ഷേപ്പിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം കുക്കിംഗ് ടൈം എടുക്കും. എന്നിട്ട് ഇതുപോലെ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ അടിക്കുന്നത് പോലെ രണ്ട് കൈയിൻ്റെ ഇടയിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചു കൊടുക്കുക ചൂടോട് കൂടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും മറക്കരുത് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാനും ഇതുപോലെ പൊറോട്ട അടിച്ചു കൊടുക്കാനും മറക്കരുത്. എങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ലെയറായിട്ട് നമ്മുടെ പൊറോട്ട വരുള്ളൂ. അപ്പം നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.